പാച്ചുവും ചക്കിയും. പണ്ട് കരിമണിക്കാട്ടിന്റെ താഴ്വരയിൽ കൗശലക്കാരനായ ഒരു കുറുക്കനും സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു കൊക്കും താമസിച്ചിരുന്നു. ഒരു ദിവസം കുറുക്കൻ സുന്ദരിക്കൊക്കിനെ വിരുന്നിന് വിളിച്ചു. എടി സുന്ദരിക്കൊക്കെ, ഞാൻ നിന്നെ വിരുന്നിന് വിളിക്കാൻ വന്നതാ. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം എന്റെ വീട്ടിൽ നിന്നാക്കാം. എന്റെ കുറുക്കൻ ചേട്ടാ, അതൊന്നും വേണ്ടാന്നേ. നീ പോടി അവിടുന്ന്. അങ്ങനെയൊന്നും പറയല്ലേ. ഈ സ്നേഹം വർദ്ധിക്കുന്നത് ഇങ്ങനെയൊക്കെയാ. എന്തായാലും എന്റെ വീട്ടിൽ വരണം, ഞാൻ പ്രതീക്ഷിക്കും. ശരി ചങ്ങാതി, ഞാൻ വന്നേക്കാം. സുന്ദരിക്കോതയുടെ വിചാരം അവള് വലിയ ബുദ്ധിമതിയാന്ന. കാണിച്ചു കൊടുക്കാം, ഇനി വരട്ടെ. സുന്ദരിക്കൊക്കെ സുന്ദരിക്കൊക്കെ കള്ളിപ്പെണ്ണേ, നിനക്ക് ഞാനൊരു പണി തരാം. അങ്ങനെ കൊക്ക് കുറുക്കന്റെ വീട്ടിൽ വിരുന്നിന് വന്നു. കൗശലക്കാരനായ കുറുക്കൻ കൊക്കിനെ പറ്റിക്കുകയായിരുന്നു. പരന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയതിനാൽ നീണ്ട ചുണ്ടുള്ള കൊക്കിന് ഒന്നും തിന്നാനായില്ല. എന്താടി സുന്ദരി പെണ്ണ് ഇതങ്ങോട്ട് കഴിക്കുന്നേ? സുന്ദരിക്കോത കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. സുന്ദരിക്കൊക്ക് ഒന്നും കഴിക്കാനാവാതെ കുറുക്കൻ കഴിക്കുന്നതും നോക്കിയിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. കുറുക്കൻ ചേട്ടൻ പുഴക്കരയിൽ വിശ്രമിക്കുകയായിരുന്നു. ആ കുറുക്കൻ ചേട്ടു, സുഖാണോ? ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരണം. ചേട്ടന് തരാൻ നല്ലൊരു പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ സുന്ദരി പെണ്ണ്, അതൊന്നും വേണ്ടായിരുന്നു. എന്നാലും പിന്നെ നീ വിളിച്ചതല്ലേ, ഞാൻ എങ്ങനെ വരാതിരിക്കും? പിന്നെ മോളെ, എടി തേങ്ങാ പായസമാണോ അതോ ചക്കരയാണോ? നല്ല ചക്കര പായസമാ. ചക്കര പായസം എന്ന് കേട്ടതും കുറുക്കന്റെ നാവിൽ വെള്ളമൂറി. വൈകുന്നേരം കുറുക്കൻ കൊക്കിന്റെ വീട്ടിൽ പായസം കുടിക്കാൻ ചെന്നു. ബുദ്ധിമതിയായ സുന്ദരിക്കൊക്ക് ഇടുങ്ങിയ കഴുത്തുള്ള 2 ഭരണികളിൽ പായസം വിളമ്പി. കൗശലക്കാരനായ കുറുക്കന്റെ തന്ത്രമെല്ലാം പൊളിഞ്ഞു. കൊക്ക് തന്റെ നീണ്ട ചുണ്ട് ഭരണിയിലിട്ട് പായസം കുടിച്ചു. ഇത് കണ്ട് കുറുക്കൻ വെള്ളമിറക്കി അങ്ങനെ ഇരുന്നു.